ദൈവത്തിന് മഹത്വം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ നല്ല ദിവസത്തിന്, നല്ല സമയത്തിനൊക്കെ ആയിട്ട് ഓരോ ദിവസവും കർത്താവ് നമ്മളെ കരുതി നടത്തി പരിപാലിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും കർത്താവ് ധാരാളമായിട്ടുള്ള കൃപ പകരും. ആ കൃപ നമ്മളെ യഥാസ്ഥാനപ്പെടുവാനും മനസ്സ് പുതുക്കുവാനും പാപവഴികളെ വിട്ടുതിരിയുവാനും മുറുകെ പറ്റുന്ന പാപത്തിൽ നിന്നും ഭാരങ്ങളിൽ നിന്നൊക്കെ വിട്ട് കർത്താവിനെ പിൻപറ്റുവാനും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുവാനായിട്ട് ദൈവം സഹായിക്കും. കാരണം ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമായതുകൊണ്ട് ഇത് ദുഷ്കാലമാണെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ വിനിയോഗിക്കണമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളുടെ മനസ്സിനൊത്തോണമല്ല, ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമാണ് ഒരു വ്യക്തിയെ ക്രിസ്തുവിൻ്റെ തികവിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവജനത്തിൽ ഉറ്റുനോക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളും ചിന്തകളൊക്കെ ദൈവസന്നിധിയിൽ ഏകാഗ്രതയുള്ളതായിരിക്കാൻ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ അല്പം കൊണ്ട് അധികം കൊണ്ടൊക്കെ കർത്താവ് പ്രവർത്തിക്കും. നമുക്ക് എത്രത്തോളം വചനത്തിലുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളത് ദൈവം നോക്കുകയാണ്. ദൈവജനത്തിൽ പറയുന്നുണ്ട്, ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ് ദൈവം തൃപ്തിപ്പെടുത്തുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കാനൊരു ആഗ്രഹമുണ്ടെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മളോട് ഇടപെടുകയും ആ വചനത്തിൻ്റെ ജീവന് തടസ്സമാകുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി തരികയും അതിനെ മറച്ചു വയ്ക്കാതെ വചനത്തിൽ പറയുന്ന പോലെ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭമരത്തിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന വ്യക്തികളായിട്ട് ജീവിക്കാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ കയറി വരുവാനൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വചനം മാറത്തില്ല, നമ്മളിലാണ് മാറ്റം വരേണ്ടത്. വചനം സ്വർഗ്ഗത്തിൽ സ്ഥിരമായിരിക്കുന്നതാണ്. അത് ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ മാറ്റം വരത്തില്ല. അപ്പോൾ ഇത് നമ്മൾ ഹൃദയത്തിൽ ഇത് സംഗ്രഹിക്കുകയും വചനത്തിനൊത്തവണ്ണം മനസ്സ് പുതുക്കുകയും ചെയ്യണം. മനസ്സ് പുതുക്കാത്ത ഒരു വ്യക്തിക്കും തേജസ് പ്രാപിക്കാൻ പറ്റത്തില്ലെന്ന് ദൈവജനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ചിന്തിക്കുന്ന പോലെ അത്രയും നിസ്സാരമായ ഒരു കാര്യമല്ല. കാര്യം ഒരു കാലഘട്ടം മുഴുവൻ നമ്മളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്ത ഒരു സ്വഭാവത്തിൽ നിന്നും മാറി ദൈവഹിതപ്രകാരമുള്ളൊരു സ്വഭാവത്തിലേക്ക് തിരിയുന്നതിനെയാണ് മനസ്സ് പുതുക്കുക എന്ന് പറയുന്നത്. എന്നാൽ മനസ്സ് പുതുക്കുന്ന വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിൽ വളർച്ച ഉണ്ടാകുകയുള്ളൂ എന്ന് ദൈവജനം നമ്മളെ ഓർമ്മപ്പെടുന്നപ്പോൾ നമ്മളെല്ലാവരും ഓരോ വചന കേൾവിയിലും വളർച്ചയുള്ളവരായിട്ട്, തികഞ്ഞവരായിട്ട്, സമ്പൂർണ്ണരായിട്ട്, ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ടൊക്കെ തീരണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മൾ ഈ ദിവസം വെളിപ്പാട് പുസ്തകമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ 2 സഭകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായി. ഇന്ന് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ പെർഗമോസിലെ സഭ എന്ന് പറയുന്ന ഒരു സഭയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെക്കുറിച്ചുള്ള ദൂതുകളുണ്ട്. അതിൽ 7 സഭകൾ ഇന്നുള്ള എല്ലാ സഭകളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. നല്ല സഭകളുണ്ട്, മോശം സഭകളുണ്ട്, കുറച്ച് നല്ല കാര്യങ്ങളുള്ളതുണ്ട്. ഇതിലേതെങ്കിലുമൊക്കെ കൂട്ടത്തിൽ നമ്മൾ പെടും. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിന് തികയ്ക്കുമെന്ന് ദൈവവചനം നമ്മൾ ഓർമ്മപ്പെടുന്നു. അപ്പോൾ നമ്മളിലുള്ള ദൈവവചനാനുസരണത്തിൽ കൂടി നമ്മളിൽ ഉളവായ ദൈവിക ജീവനെ നമ്മൾ വർദ്ധിപ്പിക്കണം. അങ്ങനെയാണ് ഒരു വ്യക്തി ക്രിസ്തുവിൽ വളർന്നു വരുന്നത്. അങ്ങനെ വർദ്ധിപ്പിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ എന്താണ് എൻ്റെ ജീവൻ്റെ വർധനവിന് തടസ്സം നിൽക്കുന്നത് എന്ന് പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിനെ നീക്കിക്കളയണം. അങ്ങനെ നീക്കിക്കളയുമ്പോഴാണ് വളർന്നു വരാൻ പറ്റുന്നത്. അപ്പോൾ ഈ 7 സഭകൾക്കുള്ള ദൂതുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിലെവിടെയൊക്കെയാണ് പ്രശ്നമുള്ളത് എന്നൊക്കെ. നമ്മൾ അതിൽ 1-2 സഭകളെക്കുറിച്ച് പറയുന്നത് അവരെക്കുറിച്ച് കുറവുകളൊന്നും പറയാനില്ല, പക്ഷെ അവർ കടന്നു പോകുന്നത് കഷ്ടതയിൽ കൂടിയും പ്രയാസത്തിൽ കൂടിയൊക്കെയാണ്. അതുകൊണ്ട് അവിടെ കർത്താവ് പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നിനക്കുള്ളത് നീ മുറുകെ പിടിക്കണം, എന്നാൽ നിനക്ക് ജീവകിരീടം ലഭിക്കുമെന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടത്. ഇത് പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്ന കാര്യം അതിൻ്റെ 12-ാം വാക്യത്തിൽ, പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ 20 തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടം എന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഇവരുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലാവിയുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക,
അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. അപ്പൊ ഇവിടെ പറയുന്ന ഈ പെർഗമോസിലെ സഭയെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ലത് പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ നല്ലതുണ്ട്, എന്നാൽ കുറച്ച് കാര്യങ്ങളെ ക്രമപ്പെടുത്തേണ്ടതും അവരിലുള്ള കുറേ തെറ്റുകളെയും കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവിടെയാണ് ഈ സാത്താനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ഇതിലെ കാര്യങ്ങൾ. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക എന്നിട്ട് പറയുന്നത്, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ആ സഭയോട് പറയുന്നൊരു കാര്യം, മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. അപ്പോൾ ഇരുവായുധത്തിലുള്ള വാൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എബ്രായ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഇരുവായുധത്തിലുള്ള വാൾ? അത് ദൈവത്തിൻ്റെ വചനത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യമുള്ളതും ഇരുവായുധത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമച്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. അപ്പം എന്തോ ഈ ഇരുവായുധത്തല എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ, ഈ വാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫലം പുറപ്പെടുവിക്കുന്നതിനെ ചെത്തിവെടുപ്പാക്കാൻ ഒരു തലയും ഫലം പുറപ്പെടുവിക്കാത്തതിന് വെട്ടിക്കളയാൻ മറ്റൊരു തലയും. ഇതാണ് ഈ പറഞ്ഞതിന് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞു, അധികം ഫലം പുറപ്പെടുവിക്കേണ്ടതിനെ വചനമെന്ന ആ വാളിൻ്റെ ഒരു തല ഉപയോഗിച്ച് അതിനെന്ത് ചെയ്യുന്നു, ചെത്തി വെടിപ്പാക്കും. അത് നമ്മൾ അധികം ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെത്തുമ്പോൾ അതിന് പെയിനൊക്കെ ഉണ്ടെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിലും അത് ഫലം പുറപ്പെടുവിക്കും. നമ്മൾ പലതും കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മുന്തിരിവള്ളികളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ചിലത് വെട്ടിയൊക്കെ ഇതാക്കും, അതിന് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത് വേണ്ടും വണ്ണം ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ അത് വെട്ടിക്കളയും എന്നുള്ളതും എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം അതിൻ്റെ 6-7 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. കൂടെ പെയ്യുന്ന മഴ കുടിച്ചിട്ട് ഭൂമി കൃഷിക്കാരന് ഫലഭൂയിഷ്ടമായ വിളകളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കുന്നുവെങ്കിലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് ഉതകുന്നതുമാകുന്നു. വെട്ടിക്കളയുകയത്രേ അതിൻ്റെ അന്തം. അപ്പോൾ ഈ രണ്ട് പരിപാടിയെ വെളിപ്പെടുത്തുന്നതാണ് ഈ ഇരുവായുധത്തിലുള്ള വാളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക, നമ്മൾ ചെത്തി വെടിപ്പാക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവത്തിലാണോ അതോ വെട്ടിക്കളയുന്ന ഒരു അനുഭവത്തിലാണോ? ഏതെങ്കിലും ഒരു അനുഭവത്തിലേക്കായിരിക്കും ഓരോ വ്യക്തികളും വളരുക അല്ലെങ്കിൽ എന്നുള്ളത് മറന്നു പോകരുത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി വചനം കേട്ട് തന്നെ സമർപ്പിക്കുന്നതിനാണ് ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഭയോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇരുവായുത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു. വാൾ ഉള്ളവൻ എന്ന് പറഞ്ഞാൽ അത് കർത്താവാണ് സഭയുടെ നടുവിൽ ഉലാത്തിക്കൊണ്ടിരിക്കുന്നത്. സഭ എന്ന് പറയുന്നത് തൻ്റെ ജീവനെ കൊടുത്തിട്ട് ആണ് ഈ സഭയെ കർത്താവ് വീണ്ടെടുത്തത്. അഥവാ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, നിർമ്മല നിർദോഷിയുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊടുത്തത്. അപ്പോൾ കർത്താവിൻ്റെ ജീവനെ കൊടുത്തിട്ട് നമ്മളെ ഓരോരുത്തരും വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ഇനി നമ്മളുടെ ഇഷ്ടങ്ങളിലല്ല നടക്കേണ്ടത്. നമ്മളുടെ ഇഷ്ടങ്ങളിലാണ് നടക്കുന്നതെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളല്ല. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. അതുകൊണ്ട് വചനം പറയുന്നത്, ദൈവേഷ്ടം ചെയ്ത് ജീവരക്ഷ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയ്ക്ക് ഉണ്ടാകും. എന്നാൽ അത് നമ്മളെ രൂപാന്തരപ്പെടുത്തും. കാരണം നമ്മളുടെ ഇഷ്ടങ്ങളിൽ നമ്മൾ നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം അനുവദിച്ചിരുന്ന സമയങ്ങൾ തീർന്നുകൊണ്ട് പോവുകയും കർത്താവ് ഉദ്ദേശിച്ചൊരു സമയത്ത് ദൈവം ഉദ്ദേശിച്ചൊരു അളവിലേക്ക് നമുക്ക് വളർന്നു വരാൻ പറ്റാതാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഈ ഒരു വചനത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പെർഗമോസിലെ സഭയുടെ ദൂതനാണ് അത് പറയുന്നത്. മൂർച്ചയേറിയ ഇരുവായുത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു. എന്നിട്ട് പറയാം, നീ എവിടെ പാർക്കുന്നു എന്നും. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ എവിടെ ആയിരിക്കുന്നു, ലോകത്ത് എവിടെ പാർത്താലും നമ്മൾ എവിടെ ആയാലും നമ്മളെ കാണുന്നൊരു കർത്താവുണ്ട്, അല്ലേ? കർത്താവിൻ്റെ കണ്ണിനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കത്തുള്ളതാണ്. കർത്താവ് നമ്മളെ എല്ലായ്പ്പോഴും കാണുന്നു. ഈ പാർക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണ് നമ്മളെ കാണുന്നുണ്ട്, അല്ല? ദൈവത്തെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോസ്തല പ്രവൃത്തികളിൽ അവിടെ ഒരു പത്രോസിനെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് എവിടെ പാർക്കുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അല്ലേ? അവൻ നേർവീതിയിൽ, ശീമോൻ എന്ന് പറയുന്ന തോൽക്കൊല്ലനായ അവൻ്റെ വീട്ടിൽ ഇന്ന നേർവീതി എന്ന തെരുവിൽ അവൻ അവിടെയാണ് പാർക്കുന്നതെന്ന് വ്യക്തമായിട്ട് സ്ഥലവും വീടിന് ഹൗസ് നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ദൈവത്തിന് നമ്മളെ എല്ലാം അറിയാം. ദൈവത്തെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, നീ എവിടെ പാർക്കുന്നു. അപ്പോൾ നീ പാർക്കുന്ന സ്ഥലം ചിലപ്പോൾ നമ്മൾ
ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ കർത്താവ് അറിയുന്നുണ്ട്. പക്ഷെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്കുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്വർഗത്തിലെ ദൂതന്മാരുടെ സാന്നിധ്യവും കാവലൊക്കെ എല്ലായ്പ്പോഴും ദൈവമക്കളായിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാവും. നമ്മുടെ ഉത്തരവാദിത്വമാണ് ആ പ്രൊട്ടക്ഷന് തന്നെ ആയിരിക്കുക എന്നുള്ളത്. ഒരിക്കലും ദൈവത്തിൻ്റെ ആ ചിറകിൻ്റെ കീഴിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മൾ 91 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതിലാദ്യം പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ മാത്രമേ ആ പറയുന്ന പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാവത്തുള്ളൂ, അല്ലേ? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യും. ഈ രണ്ട് കാര്യമുണ്ട്. അത് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെയായിരുന്നാലും ആ ദൈവിക പ്രൊട്ടക്ഷനിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ആ വചനത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ടാണ് പറയുന്നത്, അത്യുന്നത മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സംഗീതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ മറുവിടമാവുന്നു, അല്ലേ? അവനെന്നെ വേട്ടക്കാരൻ്റെ കെളിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നൊക്കെ വിടുവിക്കും, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ എന്നെ മറയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ മുകളിൽ പറഞ്ഞ കാര്യം നമ്മളിൽ നടക്കുന്നുണ്ടെങ്കിൽ താഴെ വരുന്ന ഓരോ കാര്യങ്ങളിലും ഓരോ സാഹചര്യങ്ങളും നടുവിൽ ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പറയാണ്, നീ എവിടെ പാർക്കുന്നു എന്നും എന്നിട്ട് പറയാണ്, അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടം. അപ്പോൾ ആ പാർക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാത്താൻ്റെ സിംഹാസനം ഉള്ളയിടമാണ്. എന്ന് പറഞ്ഞാൽ ഈ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. അപ്പോൾ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഒരു വ്യക്തിയെ ദൈവം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആ പിശാചിൻ്റെ അധികാരത്തെ അവന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി പിശാച് തൊടാതെ അല്ലെങ്കിൽ ദുഷ്ടൻ തൊടാതെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്ത് പരിപാലിച്ച് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച് ആ ദൈവരാജ്യത്തിലേക്ക് കർത്താവ് പ്രവേശിപ്പിക്കത്തക്ക രീതിയിൽ ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച പുസ്തകത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, അതായത് ഈ 2-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നീ ധനവാനാകുന്നതിനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും നീ അറിയുന്നു എന്ന് അവിടെയും പിന്നെയും പറയുന്നുണ്ട്. സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കും, അല്ലെങ്കിൽ ആരുടെ മക്കളായിരിക്കും? അല്ലെങ്കിൽ ആരെയായിരിക്കും? പിശാചിൻ്റെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു വ്യക്തി ദൈവം പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കിയെങ്കിൽ ഇനി ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടണം. അങ്ങനെ നയിക്കപ്പെടുമ്പോഴാണ് ഈ പിശാചിൻ്റെ അധികാരത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പല മലിനതകളുണ്ട്. ഈ മലിനതകൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ കൃപ, ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി അതിൽ നിന്ന് നീക്കിക്കളയും. അതിനാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു തുടർമാനമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓരോ വ്യക്തികളുടെയും സോളിലും ശരീരത്തിലും ചിന്തകളിലൊക്കെ കിടപ്പുണ്ട്. കാരണം പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്നുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ നല്ലതെന്ന് ചിന്തിക്കുന്നത് പോലും ദൈവരാജ്യത്തിന് കൊള്ളാകുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അതിനൊക്കെ നീക്കിക്കളയുന്ന ഒരു പ്രവൃത്തി ദൈവം ആരംഭിക്കും. അപ്പോൾ ഇവിടെ പറയാണ്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടം എന്നും ഞാൻ അറിയുന്നു. അപ്പോൾ ഇവിടെ ആരാണ് ഈ സാത്താൻ എന്ന് പറയുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈബിളിൽ നമുക്ക് ഈ സാത്താൻ എന്നൊക്കെ ബൈബിൾ പറഞ്ഞു. എന്തോ ഈ സാത്താൻ? ആരാണ് ഈ സാത്താൻ? പലയിടങ്ങളിലും പിശാജ് എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവവചനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ വിശ്വാസികളുടെ ഇടയിൽ സാത്താനെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്? വലിയ ഒരു പിശാചും ചെറിയൊരു ദൈവം എന്നുള്ള രീതിയിലാണ് കെട്ടുകൾ, അഴിക്കലുകൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആരാണ് ഈ സാത്താൻ എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഈ സാത്താൻ ഉണ്ടായത്? എങ്ങനെയാണ് സാത്താന് മനുഷ്യൻ്റെ മേൽ അവകാശം കിട്ടിയത്? ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഇത് നമ്മൾ വായിച്ചു പോകുമ്പോൾ സാത്താൻ്റെ സിംഹാസനമുള്ളിടം ഞാൻ അറിയുന്നു എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുമ്പോൾ തൊട്ടടുത്ത വാക്യം പറയുന്നത്, അറിയുന്നു നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ. അപ്പോൾ സാത്താൻ പാർക്കുകയാണ്. അപ്പോൾ ഈ സാത്താൻ പാർക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാത്താൻ ഇവിടെ ഒരു വീട് വെച്ചിട്ട് താമസിക്കുകയാണോ? അല്ല. അതായത് ദൈവത്താൽ നയിക്കപ്പെടാത്ത എല്ലാവരെയും നിയന്ത്രിക്കുന്നത് പിശാചാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യനെ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം തിരിച്ചറിയാതെ നയിക്കപ്പെടുന്ന എല്ലാ സംഭവങ്ങളും, എന്ത് പ്രസ്ഥാനങ്ങളാണെങ്കിലും എത്ര വലിയ ഭരണ സംവിധാനങ്ങളാണെങ്കിലും ഇതിൻ്റെയൊക്കെ നിയന്ത്രണം ആരായിരിക്കും? പിശാചാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ദൈവം നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട്
ദൈവം ദോഷം കണ്ടുകൂടാത്ത നിർമ്മല ദൃഷ്ടിയുള്ള ദൈവമായതുകൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് ഫ്രീ വില്ല് കൊടുത്തിട്ട് അവനെ ഏദൻ തോട്ടത്തിലാക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി വളർന്നു വരേണ്ടിയിരിക്കുന്ന വ്യക്തി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെയാണ് നമ്മൾ ഈ പിശാചിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഇതിൻ്റെ ഉത്ഭവമൊക്കെ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ സാത്താൻ എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്ന പോലെ ആദ്യം പ്രശ്നക്കാരനല്ലായിരുന്നു, അല്ലേ? നമ്മൾ മിഖായേലിനെ കുറിച്ചും ഗബ്രിയേലിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ആളായിരുന്നു ആര്? ഈ ലൂസിഫർ എന്ന് പറയുന്ന വ്യക്തി, അല്ലേ? ഒരു ശക്തിയുള്ള തേജസ്സുള്ള ഒരു ദൂതനായിരുന്നു. ആ ദൂതനെ കുറിച്ച് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം എടുക്കുകയാണെങ്കിൽ യെശയ്യാവ് 14 അതിൻ്റെ പലരും ചിന്തിച്ചിരിക്കുന്ന ഈ സാത്താൻ ഒരു സംഭവമാണ്, എന്ത് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 14-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോട്ടതകൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. അപ്പൊ ഇവിടെ ഒരു കാര്യം പറയാണ്, അരുണോദയ പുത്രനായ ശുക്ര, അത് അവിടെ പറയുന്നത് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായി ഈ മോർണിംഗ് സ്റ്റാർ ഇങ്ങനെ വെട്ടേറ്റ് വീഴാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം സൃഷ്ടിച്ച ശക്തിയേറിയ ദൂതന്മാരുണ്ട്. അതിലൊരു ദൂതനായിരുന്നു ആര്? ഈ ലൂസിഫർ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കുമ്പോൾ അതിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 28-ാം അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യം തൊട്ട് വായിക്കുകയാണെങ്കിൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ശ്രദ്ധിക്കണം അടുത്ത വാക്കുകൾ. നീ മാതൃകാ മുദ്രയാകുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ജ്ഞാനസമ്പൂർണൻ സൗന്ദര്യ സമ്പൂർണൻ. ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ, അപ്പൊ അവനായിരുന്നത് ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോവേദകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. ഇതൊക്കെ വെളിപ്പാട് പുസ്തകത്തില് നമ്മള് ചെല്ലുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിലും പുതിയ ജെറുസലേമിന്റെ ആ അടിസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ പേരുകളൊക്കെ അവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ശോഭയിൽ നിന്നിരുന്ന ആളായിരുന്നു ആര്? ഈ അരുണോദയ പുത്രനായ ഈ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഈ ലൂസിഫറിനെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കുടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഗ്ലോറിനെ കാണിക്കുകയാണ്. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു. കേട്ടോ, അപ്പൊ ഭയങ്കര ശക്തിയുള്ള തേജസ്സുള്ള ഒരു ദൂതനാണ്. ദൈവം സൃഷ്ടിച്ച ഒരു ദൂതനായിരുന്നു ഈ പറയുന്ന ലൂസിഫർ. എന്നിട്ട് നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ. കേട്ടോ, ഇവിടെ പറയാം നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ. അപ്പൊ അവനെ സൃഷ്ടിച്ചപ്പോൾ ഇവനിൽ എന്തില്ല? ഇവനിൽ ഒരു വിധത്തിലുള്ള ഊനമില്ല. കണ്ടോ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. കണ്ടോ, അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഈ ലൂസിഫർ സൃഷ്ടിച്ച സമയത്ത് ഇവൻ പ്രശ്നക്കാരനല്ലായിരുന്നു. ആണോ? അപ്പൊ നമ്മൾ ഈ പിശാച് എന്ന് പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ. അപ്പൊ ലൂസിഫർ എങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീർന്നത്, സാത്താനായി തീർന്നത് എന്നുള്ളത് ഇതിൽ നോക്കിയാൽ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ. അതിന് മുകളിൽ പറയുന്നത് നിന്നെ തീർത്ത നാളിൽ. അപ്പൊ ദൈവം സൃഷ്ടിച്ചതാണ് ഇവരെ, ഈ ശക്തിയേറിയ ദൂതന്മാരെ. മനുഷ്യൻ സൃഷ്ടിക്കുന്ന പോലെ തന്നെ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചു, അല്ലെ? കെരൂബുകൾ സൃഷ്ടിച്ചു, ദൂതന്മാരെ സൃഷ്ടിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ്. ദൈവം ഇത്തരത്തിലുള്ള ഓരോ കൂട്ടങ്ങളെ സൃഷ്ടിക്കുമ്പോഴും ദൈവത്തിന് അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. എന്നിട്ട് പറയാ നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം. വായിച്ചേ 16-ാം വാക്യം. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. കേട്ടോ, നിന്റെ വ്യാപാരത്തിൽ എന്ന് പറഞ്ഞാൽ ഈ മഹത്വവും തേജസ്സും
ഇതൊക്കെ ജ്ഞാനസമ്പൂർണ്ണ കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞല്ലോ. നീ മാതൃക മുദ്രയാകുന്നു, ജ്ഞാനസമ്പൂർണനാകുന്നു, സൗന്ദര്യ സമ്പൂർണനാകുന്നു, നീ ഏദൻ തോട്ടത്തിലായിരുന്നു, നിന്നെ ഈ പറയുന്ന പീതരത്നം, വജ്രം, പുഷ്യരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ പല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. കേട്ടോ, ഇതൊക്കെ ഏറ്റവും മൂല്യമുള്ള ഒരു തേജസ്സുള്ള ഒരു കെരൂബായിരുന്നു ഈ പറയുന്ന ലൂസിഫർ എന്ന് പറയുന്നത്. കേട്ടോ, എന്നിട്ട് പറയാ നിന്നെ തീർത്ത നാളിൽ, അപ്പോൾ ദൈവം അങ്ങനെയാണ് തീർത്തത്, നിന്റെ തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. എന്നിട്ട് പറയാ നിന്നെ സൃഷ്ടിച്ച നാളിൽ. കണ്ടോ, അപ്പോൾ ദൈവമാണ് അവൻ സൃഷ്ടിച്ചപ്പോൾ അവൻ ഏറ്റവും നിഷ്കളങ്കനായ അല്ലെങ്കിൽ പാപമില്ലാത്ത ഒരു ദൂതനായിരുന്നു എന്നുള്ളത് ഇവിടെ കാണാം. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ, അടുത്ത വാക്ക് നോക്കൂ, നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. കണ്ടോ, അപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെ എപ്പോഴും ഒരു പ്രശ്നം വന്ന് കയറിയിട്ടുണ്ട് അവിടെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയാം, നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം, ഇവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ, അകത്താണ് പ്രശ്നങ്ങൾ മൊത്തം നടക്കുന്നത്. മനസ്സിലായോ? അന്തർഭാഗം. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നുണ്ട്, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. കാരണം മനുഷ്യൻ പുറമേ ഉള്ളതിന് കാണുമ്പോൾ ദൈവം പുറത്തുള്ളത് നോക്കുന്നില്ല, ദൈവം ഹൃദയത്തിലേക്ക് നോക്കുന്നു. അപ്പോൾ ഈ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവിടെയാണ് ഈ പലവിധമായിട്ടുള്ള സ്വയനീതി, ഞാനെന്ന ഭാവം, നിഗളം, ഉന്നത ഭാവം, ഇതൊക്കെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെ ദൈവഹിതത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകാനായിട്ട് ഇടയായി. അതാണ് ഇവിടെ പറയുന്നത്, നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം. അടുത്തത്, നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ അകത്ത് നികളവും ഉന്നതഭാവം കയറുമ്പോഴാണ് സാഹസം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കപ്പെടുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു സാഹസം ഒന്നും ചെയ്തില്ല. യേശുവിന് ചെയ്യാമായിരുന്നു, ഒത്തിരി സാഹസം ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നു സാത്താൻ, അല്ലേ? ഈ പറയുന്ന ലൂസിഫർ വെട്ടേറ്റ് ഭൂമിയിലേക്ക് വീണ് കഴിഞ്ഞിട്ട് മനുഷ്യനെ അവൻ വീഴ്ത്തി കളഞ്ഞു. തുടർന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ വന്നിട്ട് യേശുവിനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നീ എന്ത് ചെയ്യണം? നീയും ഈ സാഹസം ചെയ്യണം. പക്ഷെ യേശു സാഹസം ഒന്നും ചെയ്തില്ല. മാത്രമല്ല വചനത്തിൽ പറയുന്നുണ്ട്, സാഹസക്കാരനോട് നീ കൂട്ടുകൂടരുത്. മനസ്സിലായോ? അപ്പോൾ സാഹസം ഒന്നും ചെയ്തില്ല. ഇവൻ സാഹസം കൊണ്ട്, അവന്റെ സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. കണ്ടോ, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. കണ്ടോ, ഇവിടെ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം നടന്നിട്ടുണ്ട്. നീ അശുദ്ധനെന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നോക്ക്, താഴത്തേക്ക് വായിക്കും നോക്ക്. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. കണ്ടോ, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി, ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. കേട്ടോ, അപ്പോ ഇവൻ നിലത്ത് തള്ളി വീഴത്തക്ക രീതിയിൽ എന്തോ ഒന്ന് സംഭവിച്ചു. ഇനി അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഈ ലൂസിഫർ സാത്താനായി തീർന്നു നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത് നമുക്ക് നോക്കണ്ടേ? നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അറിയണമെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യം സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അത് അറിയണമെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 45-ാം അധ്യായം എടുക്കണം. യെശയ്യാവ് 45. ഇത് രണ്ടും ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് ഈ ലൂസിഫറിന്റെ സ്വഭാവമൊക്കെ മനസ്സിലാവും. അതായത് യെശയ്യാവ് 14-ഉം എഹെസ്കേൽ 28-ഉം കൂടി ചേർത്ത് വായിക്കണം. ഇനി 45-7. ഇതിപ്പോൾ ഈ സാത്താൻ പാർക്കുന്നിടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സാത്താൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെങ്കിലല്ലേ ഇത് വല്ലതും പിടികിട്ടുള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ സാത്താൻ എങ്ങനെയാണ് ഇത് സാത്താനായത്, ലൂസിഫർ എങ്ങനെ സാത്താനായി എന്ന് നമുക്ക് അറിയണമെങ്കിൽ 45-7. അപ്പൊ ദൈവോട് പറയുന്ന ഒരു കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ടത്, എന്നാലും മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഞാൻ പ്രകാശത്തെ നിർമ്മിച്ചു. അപ്പൊ ദൈവം ആണ് പ്രകാശത്തെ നിർമ്മിക്കുന്നത്. ദൈവം പ്രകാശത്തെ നിർമ്മിച്ചു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു. അന്ധകാരം. അപ്പൊ ഈ പ്രകാശവും അന്ധകാരവും ഒക്കെ ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ്, അല്ലേ? അല്ല, അങ്ങനെയല്ലേ എഴുതിക്കണേ? ഞാൻ പ്രകാശത്തെ സൃഷ്ടിക്കുന്നു, ഞാൻ അന്ധകാരത്തെ സൃഷ്ടിക്കും. അടുത്തത്, ഞാൻ നന്മയെ ഉണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു. നോക്കൂ, അടുത്തത് ഈ കാര്യമാണ് വളരെ പ്രസക്തി ഉണ്ട്. ഈ രണ്ട് കാര്യത്തിൽ, നന്മ തിന്മ. കണ്ടോ, ഈ നന്മ എന്ന് പറയുന്നതും തിന്മ എന്ന് പറയുന്നതും ഓരോ ആത്മാക്കളാണ്. മനസ്സിലായോ? നന്മ തിന്മ. അതുപോലെ തന്നെ ഇപ്പൊ നോക്കിയാൽ അതിന്റെ യെശയ്യാവിന്റെ 54:16
യെശയ്യാവ് 54:16 വായിച്ചേക്ക്. തീക്കനൽ ഊരി പണി ചെയ്ത ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിപ്പാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. സംഹാരകനെ സൃഷ്ടിച്ചു. ഇനി വേറെ പല വാക്കുകൾ നിങ്ങൾ നോക്കിയാൽ, രക്തപ്രതികാരകനെ ഞാൻ സൃഷ്ടിച്ചു, ഇരുട്ടിനെ സൃഷ്ടിച്ചു, പ്രകാശത്തെ സൃഷ്ടിച്ചു, നന്മയെ സൃഷ്ടിച്ചു, തിന്മയെ സൃഷ്ടിച്ചു. ഇതെല്ലാം ദൈവം സൃഷ്ടിച്ച ഓരോരോ ആത്മാക്കളാണ്. മനസ്സിലായോ? അപ്പോൾ ഈ നന്മ തിന്മ എന്ന് പറയുന്ന ഈ രണ്ട് ആത്മാക്കളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവം സൃഷ്ടിച്ച ഈ ദൂതന്മാരെ എല്ലാവരും എന്ത് ചെയ്യണം? ഇവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ മാറ്റി നോക്കേണ്ടതിന് പരീക്ഷകനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. പരീക്ഷകൻ. അപ്പോൾ ഈ പരീക്ഷകൻ ആരെടുത്തോട്ട് വന്നു? ലൂസിഫർ എടുത്തോട്ട് വന്നു. ആര്? ഈ തിന്മയുടെ ആത്മാവ് ലൂസിഫറിന്റെ അടുക്കിലേക്ക് വരികയും ഈ ലൂസിഫറിന്റെ അകത്ത് നെകളവും ഉന്നതഭാവവും ഞാനെന്ന ഭാവവും ഒക്കെ കയറി. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. ഞാൻ എൻ്റെ സിംഹാസനം, കണ്ടോ, ഞാൻ സ്വർഗത്തിൽ കയറും. കണ്ടോ, ഇവൻ എവിടെ ഇരിക്കുന്നത്? ഇവൻ ഈ തേജസ്സിലാണ് ഇരുത്തിയിരിക്കുന്നത്. വിശുദ്ധ ദേവപർവ്വതത്തിൽ അവൻ ഇരുത്തിയിരിക്കുന്നത്. പക്ഷെ ഇവന്റെ അകത്ത് ആ ദൈവത്തിന്റെ ആ ഒരു തലത്തിലോട്ട് കയറണം എന്നുള്ളൊരു സംഭവം ആ അകത്ത് കയറാണ് പതുക്കെ പതുക്കെ. കണ്ടോ? കാരണം ഈ ദൂതന്മാർക്കെല്ലാം, മനുഷ്യരും ദൂതനൊക്കെയുള്ള പ്രത്യേകത എന്താ? ഫ്രീ വിൽ ഉണ്ട് ഇവർക്കെല്ലാം. മനസ്സിലായോ? എന്നിട്ട് പറയാണ്, കണ്ടോ, ഞാൻ അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? നിങ്ങളിത് ചേർത്ത് വായിക്കണം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കണ്ടോ, അവിടെ വെട്ടി അവനെ താഴെ തള്ളിയിട്ടു എന്നൊക്കെ പറയുന്നത് കണ്ടായിരുന്നോ? അവിടെ കണ്ടില്ലേ? വഷളായി നിന്റെ സൗന്ദര്യ നിമിത്തം ഗർഭിച്ചു വഷളാക്കി ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. അതിന്റെ 17-ാമത്തെ വാക്യം യെഹെസ്കേൽ 28:17 ഞാൻ നിലത്ത് തള്ളിയിട്ടു. അതേ കാര്യം തന്നെയാണ് യെശയ്യാവ് 14 പറഞ്ഞത്. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനം മുകളിൽ വെക്കുമെന്ന് അവൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് അവൻ അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? കണ്ടോ, ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് വീണു, നിലത്ത് വീണു. കണ്ടോ, അപ്പൊ ഇവൻ ആ ഇരുത്തിയിരുത്തുന്ന നിലത്ത് വീണു. അങ്ങനെ വെട്ടേറ്റ് വീഴാൻ കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഞാൻ ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. അടുത്തോ, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സംഭവം അവന്റെ അകത്ത് കയറാനായിട്ട് ആരിടയാക്കി? ഈ തിന്മയുടെ ആത്മാവ് അതിനിട കൊടുത്തു. അപ്പൊ ഈ ഇങ്ങനെയുള്ള സംഭവം വന്നപ്പോൾ ഇവന്റെ അകത്തോട്ട് എന്ത് കയറി? തിന്മയുടെ ആത്മാവ് കയറി. കണ്ടോ, ഈ തിന്മയുടെ ആത്മാവ് കയറിയപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവൻ വെട്ടേറ്റ് താഴേക്ക് വീഴാനായിട്ട് ഇടയായി തീർന്നത്. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ ഈ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൂസിഫർ മാത്രമല്ല, ഒരു മിഖായേലുണ്ട്, ഒരു ഗബ്രിയേലുണ്ട്. ഇവരൊക്കെ കൃത്യതയോടുകൂടി ദൈവത്തെ കീഴ്പ്പെട്ടിരുന്നു കൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുന്നത് കാണാൻ പറ്റും. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് തേജസ് ഭയങ്കരമായിരുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഭയങ്കര തേജസ് ആയിരുന്നു, ഗ്ലോറി ആയിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും മൂല്യമുള്ള പലതും കൊണ്ട് ഇവനെ മൂടിയിരുന്നു. ഇവനെ ഒരു 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 എന്താ പറയുന്നത്, വിശുദ്ധ ദേവപർവ്വതത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും മലയുടെ മുകളിൽ കൊണ്ടിരുത്തി എന്നൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെയല്ല പറഞ്ഞതിനർത്ഥം. നമ്മൾ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തിന്റെ തേജസ്സിന്റെ ആ പ്രഭയെ കുറിച്ചായി പറയുന്നത്. അപ്പൊ അത്രത്തോളം അധികാരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്ന അവൻ അത് പോരാ, പിന്നെയും വേണം. മനസ്സിലായോ? നമ്മൾ ദൈവവചനത്തിൽ പറയുമ്പോൾ നമ്മളോട് പറയുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല, അല്ലേ? ധനവാന്മാരോട് പറയുന്നുണ്ടല്ലോ, നീളം കൂടാതിരിക്കണം. തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, എന്ത്? ദ്രവ്യാഗ്രഹം സകലം വിധ ദോഷത്തിന് മൂലമാണ്. ചിലർ ഇവ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടഞ്ഞ് നാനാ ദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളത് അത് വിട്ടോടി ദൈവനീതിയും ഭക്തിയും ഒക്കെ മുറുകെ പിടിക്കണം എന്നൊക്കെ പറയുന്നില്ലേ? അപ്പോ ഇതിന്റെ ഒരു വർഷമാണ് അത് പറയുന്നത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവന് കൊടുത്ത പദവിയും ഈ തേജസ്സും ഒക്കെ അവന്റെ അകത്ത് നിഗളം ഉണ്ടാക്കി. ഈ നിഗളം ഉണ്ടാക്കിയപ്പോൾ ദൈവം സൃഷ്ടിച്ച അതേ തിന്മയുടെ ആത്മാവ് ഇവരിലേക്ക് കടക്കാനിടയായി. കണ്ടോ? അപ്പോൾ തിന്മ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അകത്ത് തിന്മയുടെ സ്വാധീനം കണ്ടാൽ കയറും. അതിനിട കൊടുക്കരുത്. അത് ഇട കൊടുത്തു, തിന്മയുടെ ആത്മാവ് കയറി. ഇവൻ എന്ത് സംഭവിച്ചു? വെട്ടേറ്റ് നിലത്ത് വീണു. കണ്ടോ? ഇപ്പൊ എവിടെയായി അവന്റെ സ്ഥാനം? അവൻ ഭൂമിയിലോട്ട് വീണു. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ വേറൊരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, അല്ലെ? ഒരു ഭാഗത്ത് കണ്ടിട്ടില്ലേ?
നമ്മൾ സിനിമയിലൊക്കെ ഈ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് പോലെ വെളിപ്പാട് പുസ്തകത്തിൽ ഈ പിശാച് വീണതിനെ കുറിച്ച് അല്ലെങ്കിൽ സ്വർഗത്തിലുണ്ടായ ഒരു യുദ്ധത്തെ കുറിച്ചൊക്കെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് നോക്കിയാൽ 12-ാം അധ്യായത്തിൽ 12-ന്റെ 7 വായിച്ചേക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവരോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇത് നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത്, ഇതൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നതാണ്. ഈ വീണ് കഴിഞ്ഞപ്പോൾ ഈ മിഖായേല്, അതുപോലെ ഗബ്രിയേല്, ലൂസിഫർ മാത്രമല്ല ദൂതന്മാർ, വേറെ ഇഷ്ടംപോലെ ദൂതന്മാരുണ്ട്. അപ്പോ ഈ നെഗളം വന്ന് നമ്മൾ എല്ലാ സംഭവത്തിലും നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു വ്യക്തി തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലേക്ക് പോവാൻ പ്രേരിപ്പിക്കുന്നവരുമായിട്ട് എപ്പോഴും ഒരു കൂട്ടുണ്ടാവും. മനസ്സിലായോ? ഇതുപോലെ തന്നെ ഈ ദൈവം സൃഷ്ടിച്ച പല ദൂതന്മാരും ഇവനോട് കൂടെ ചേരുകയും, അവിടെ കണ്ടോ സ്വർഗത്തിൽ അവരുടെ കണ്ടോ തൻ്റെ സർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. കണ്ടോ? അപ്പൊ അവരിയ്ക്കുന്നിടത്തുനിന്ന് അവരെ മുഴുവൻ എവിടേക്ക് വിട്ടു? അവർ ഭൂമിയിലേക്ക് വീണു. മനസ്സിലായോ? ഇവിടെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. ദൈവം ഭൂമിയുടെ മുഖത്തെ പുതുക്കിയിട്ട് ദൈവം തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കുന്നു. ഏദൻ തോട്ടത്തിലാക്കിയ മനുഷ്യനെ ഈ വീണു പോയിട്ടുള്ള ഈ ദൂതൻ അല്ലെങ്കിൽ ഈ വീണുപോയ അവർക്ക് എന്തില്ല, അവർക്ക് ശരീരമില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് സർപ്പത്തിലേക്ക് കടന്ന് ആ സർപ്പം ഹവ്വായെ വഞ്ചിച്ച് പാപം ചെയ്യിപ്പിച്ച് ദൈവത്തിൽ നിന്നും അകന്ന് മാനവരാശി മുഴുവൻ പാപത്തിലായി ദൈവത്തോട് എതിർക്കുന്ന ഒരു സംഭവം കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഞാനീ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയായി സാത്താൻ ഉണ്ടായതെന്ന് നമുക്കൊരു ചെറിയൊരു ഗ്രാഹ്യം കിട്ടി. ഇനി വചനം വായിക്കുമ്പോൾ നമുക്കത് കൃത്യതയോടുകൂടെ അത് മനസ്സിലാകും. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയായിരുന്നു ആര്? ഈ പറയുന്ന ലൂസിഫർ എന്ന് പറയുന്നത്. പക്ഷെ അവനെ ദൈവം വലിയ തേജസ്സും ഒക്കെ അവനെ അണിയിച്ചിരുന്നു. അതുകൊണ്ട് അവൻ്റെ അന്തർഭാഗം എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് സാഹസം കൊണ്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കും, ഞാനാണെന്ന്. അങ്ങനെ ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവഹിതത്തിൽ നിന്ന് അവൻ മാറിപ്പോയി. തിന്മ എന്ന് പറയുന്ന ആത്മാവനിലേക്ക് കടന്നു. അവനെയും അവനോട് കൂടെ നടന്ന 3-1 ദൂതന്മാരും വെട്ടേറ്റ് ഭൂമിയിലേക്ക് വീണു. മനസ്സിലായോ? ഇനിയാണ് നമ്മൾ ഇത് വായിക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുക. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ പറയാണ്, വെളിപ്പാട് പുസ്തകം അതിൻ്റെ ഇവിടെ പറയാണ്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. അപ്പോൾ ഈ മുകളിൽ ഈ തേജസ്സിൽ ഇരുന്ന ആ പിശാച് ഇന്ന് എന്താ ചെയ്യുന്നത്? ഇന്ന് ഇവിടെയും അവന്റെ സിംഹാസനം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതെന്നും പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഇവിടെയും പേരുണ്ടാക്കുക. അതുകൊണ്ടാണ് നമ്മൾ തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ അവിടെ ഈ പിശാച് ഇപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി നമുക്ക് കാണണമെങ്കിൽ അവന് ഈ ആരാധന വലിയ ഇഷ്ടമായതുകൊണ്ട് പിശാച് ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2 തെസ്സലോനിക്ക ലേഖനം അതിൽ തെസ്സലോനിക്ക ലേഖനത്തിൽ ഇപ്പോൾ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അവൻ ചെയ്യുന്നതെന്ന് പണ്ട് അവൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ യെഹെസ്കേൽ പ്രവചനവും യെശയ്യാ പ്രവചനം നമ്മൾ വായിച്ച വേദഭാഗവും വെച്ചിട്ട് ഇത് വായിക്കണം. അപ്പോൾ അന്ന് അവൻ ചെയ്ത അതേ പരിപാടിയാണ് ഇന്ന് വെട്ടേറ്റ് ഭൂമിയിലേക്ക് വീണിട്ടും ഇന്നും ചെയ്യുന്ന കാര്യം. അത് തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ വായിച്ചായിട്ട് അതിൻ്റെ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 3 തൊട്ട്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അപ്പൊ ഇന്ന് അവൻ ചെയ്യുന്നത് ദേവാലയം എന്ന് പറയുന്ന ഓരോ സംഭവത്തിലും ഇവനാണ് ഇരിക്കുന്നത്. ആരാധന വാങ്ങിക്കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, പലവിധമായിട്ടുള്ള വീര്യപ്രവൃത്തികളൊക്കെ ചെയ്ത് പലരെയും ഈ മറ്റൊരു യേശുവിലേക്ക്, മറ്റൊരു സുവിശേഷത്തിലേക്ക്, മറ്റൊരു ആത്മാവിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ആരെങ്കിലും തന്നെത്താൻ ഉയർത്തുവാൻ ആഗ്രഹിച്ചാൽ അവരെല്ലാം എന്ത് ചെയ്യും? ഇവൻ ഉയർത്തും. മനസ്സിലായില്ലേ? പേരും പ്രശസ്തിയും പണവും എല്ലാം നൽകാൻ ഇവൻ മതിയായവനാണ്. കാരണം അവരെല്ലാം നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന സാത്താനാണ്. എന്നിട്ട് അതിൻ്റെ 6-7 വാക്യം വായിച്ചേ.
അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങി പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വചനയോടും കൂടെ ആയിരിക്കും. അപ്പൊ സാത്താൻ ഇപ്പൊ ചെയ്യുന്നത് കണ്ടോ? അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത എങ്ങനെ നശിച്ചു പോകുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അല്ലെങ്കിൽ ഈ പേരും പ്രശസ്തിയും അല്ലെങ്കിൽ പണം പേര് ഇതിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇവൻ വശീകരിക്കും. കണ്ടോ? അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്, ഒരു കൂട്ടം നശിച്ചു പോകുന്നുണ്ട്, നശിച്ചു പോകുന്നവരൊക്കെ ഇവന്റെ വലയത്തിൽപ്പെടും. സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം. അപ്പൊ സാത്താൻ ഇവരിലൊക്കെ വ്യാപരിക്കും. അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നതിലോട്ട് വശീകരിക്കപ്പെടും. വ്യാജമായ സകല ശക്തി, കണ്ടോ? വ്യാജമായ വലിയ ശക്തി വെളിപ്പെട്ടു വരും. പക്ഷെ അത് വ്യാജമായ ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തിയല്ല. അത് പിശാചാണ് അതിന്മേൽ വ്യാപരിക്കുന്ന ശക്തി, വ്യാജമായ ശക്തി. അടുത്തത് അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ. യേശു കർത്താവ് ഒത്തിരി അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള അടയാളങ്ങൾ ഇവര് ചെയ്യും. അടുത്തത് അടയാളങ്ങൾ. അടുത്ത അത്ഭുതങ്ങൾ. ഇന്നെല്ലാവരും അത്ഭുതങ്ങളിൽ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഏത് ആത്മാവിലാണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല പലർക്കും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഏത് ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയെന്ന് ശോധന ചെയ്യണം. കേട്ടോ? ഇവിടെ പറയാം അത്ഭുതങ്ങളോടും. അടുത്തത് അനീതിയുടെ സകല വഞ്ചനയോടും കൂടെയായിരിക്കും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് അനീതി ആയിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുക. ഏത് വൃക്ഷത്തെയും വരം കൊണ്ടല്ല ഫലം കൊണ്ടാണ് അറിയുന്നതെന്ന് പറഞ്ഞതുപോലെ ഇവരായിട്ട് അടുത്ത് ചെല്ലുമ്പോഴാണ് ഇവർ അനീതിയിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇപ്പോൾ പിശാചിന്റെ ഇന്ന് ഇവിടെ പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയാണ്, നീ പാർക്കുന്നിടം, നീ എവിടെ പാർക്കുന്നത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടമെന്നും ഞാൻ അറിയുന്നു. അപ്പോൾ സാത്താന്റെ സിംഹാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തു. അത് പല മതവർഗ വർണ്ണങ്ങൾ, പല പരിപാടികളുണ്ട്, പേര് പ്രശസ്തി ഒക്കെ. കാരണം സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികൾ എങ്ങനെയാണെന്ന് ഒരു വ്യക്തിക്ക് ദൈവവചനം നന്നായി ഗ്രഹിച്ച് അനുസരിച്ച് ദൈവ ജീവനിൽ വളർന്നെങ്കിൽ മാത്രമേ ഇത് കൃത്യമായി മനസ്സിലാക്കാനും തിരുത്താനും പറ്റത്തുള്ളൂ. ഇതിൽ പെട്ടുപോകുന്ന അനേകരുണ്ട്, പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് അറിയണമെങ്കിൽ ഒറിജിനലുമായിട്ട് നല്ല ബന്ധം വേണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായിക കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ തിരുവെഴുത്തുകളെയും അതിൽ കൂടി വെളിപ്പെട്ട് വരുന്ന ദൈവശക്തിയും വചനാനുസരണത്തിൽ കൂടി നിറയപ്പെടുന്ന ശക്തിയാൽ നമ്മൾ നിറയപ്പെടണം. എന്നിട്ട് പറയാം സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ. അപ്പോൾ സാത്താൻ പാർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയിൽ ഈ പിശാചാണ് അവരെ നിയന്ത്രിക്കുന്നത്. അതാണ് സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്ന് പറയും. എന്നിട്ട് പറയാം, എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല. അപ്പോൾ പലവിധമായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പോഴും വിശ്വാസത്തെ ഹനിക്കാതിരുന്ന ഒരു കൂട്ടർ. ഇന്ന് പലരും വിശ്വാസത്തെ ഹനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവവചനം പറഞ്ഞ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. മനസ്സിലായില്ലേ? വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. എന്നിട്ട് ഇവിടെ പറയാം നീ വിശ്വാസം നിഷേധിച്ചിട്ടില്ല. പക്ഷെ അവന് അവിടെ കുറവും കൂടി പറയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സഭയ്ക്ക് ഒരു 50% മാർക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ തിരുത്തേണ്ട കുറേ കാര്യങ്ങൾ. എങ്കിലും നിന്നെക്കുറിച്ചൊരു കുറ്റം പറയുവാനുണ്ട്. കണ്ടോ? അപ്പോൾ കുറ്റം എന്താണെന്ന് പറയാം. ഇതാണ്, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ വചനത്തിനോട് കൂട്ടുക കുറയ്ക്കുക. മനസ്സിലായി? നീ എൻ്റെ വചനത്തിനൊന്നും കൂട്ടരുത്, നീ എൻ്റെ വചനത്തിൽ നിന്നൊന്നും കുറയ്ക്കരുത്. വചനം കൃത്യതയോടുകൂടെ കേട്ട് അനുസരിച്ച് പോകേണ്ടതിന് പകരം ഇവിടെ എന്താ ചെയ്യുന്നത്? വിഗ്രഹാർപ്പിതം തിന്നുക. ഈ വിഗ്രഹാർപ്പിതം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ വിഗ്രഹം എന്താ കുഴപ്പം? അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ ഈ ജാതികളുടെ ഇടയിൽ നിന്നും, നമ്മളെല്ലാവരും ജാതികളായിരുന്നു, രക്ഷിക്കപ്പെട്ടു വരുന്ന ഓരോ വ്യക്തികളോടും ദൈവവചനം അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടി ചത്തത് എന്നിവ വർജിക്കണം. അപ്പൊ ഈ ജാതി ആചാരങ്ങളില് ഈ വിഗ്രഹങ്ങൾ അർപ്പിച്ച ബലി അർപ്പിച്ച പല സംഭവങ്ങളും ഭക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ആ പിശാചിന് അവകാശം നമ്മളായിട്ട് കൊടുക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട്
ഈ ജാതികളുടെ ഇടയിൽ യേശുക്രിസ്തു വിശ്വസിച്ച് വരുന്നവരോട് ഏറ്റവും കൃത്യതയോടുകൂടി പറഞ്ഞൊരു കാര്യം, നമ്മൾ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാൻ പോകരുത്. മനസ്സിലായോ? വിഗ്രഹാർപ്പിതം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. വിഗ്രഹാർപ്പിതം, രക്തം, കാരണം രക്തത്തിൽ ജീവനാണ്, അത് ദൈവം നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ്. രക്തത്തോടുകൂടി നിങ്ങൾ ഭക്ഷിക്കരുത്. അപ്പൊ ഇവര് ഈ ജാതികളായിരുന്നവര് രക്തം ഭക്ഷിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുടിക്കാറുണ്ടായിരുന്നു. അതുപോലെ രക്തം ശ്വാസം മുട്ടിച്ചത്തത്. അപ്പൊ ഇതൊന്നും ഭക്ഷിക്കരുത്. ഇതല്ലാതെ കൂടുതലൊന്നും അവരുടെ മേൽ ചുമത്തി അവരെ ഇതാക്കരുതെന്നാണ് ആദിമസഭയിൽ അപ്പസ്തോലന്മാരൊക്കെ പറഞ്ഞിരുന്നത്. മനസ്സിലായോ? പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഈ വിഗ്രഹാർപ്പിതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ രുചികരമായ ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും. പലപ്പോഴും പലരും അതിന്റെ രുചിയിൽ ആകർഷിച്ചെന്ത് ചെയ്യും? അത് പോയിട്ട് ഭക്ഷിക്കാനും കുടിക്കാനും ഒക്കെ പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിന് പലരും വശീകരിച്ചു കൊണ്ട് പോകും അവിടേക്ക്. അങ്ങനെ വശീകരിച്ചു കൊണ്ട് പോകുമ്പോൾ ഈ ഇതിലുള്ള സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിന്റെ ലംഘനം അവിടെ വരികയാണ്. മനസ്സിലായോ? ആ ലംഘനം വരുമ്പോൾ അത് പിശാചിന് അവകാശം കിട്ടാനിടയായി. അതാണ് ഇവിടെ പറയുന്നുണ്ടോ. അപ്പോൾ ദൈവവചനത്തിനോട് കൂട്ടുക കുറയ്ക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതാണ് നീ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്നെ കുറിച്ച് കുറ്റം പറയുന്നത്, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ചു വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിനെ നമുക്കറിയാം. കാരണം ഈ വചനത്തിന്റെ ലംഘനം ഇല്ലാത്തയിടത്തോളം പിശാചിന് തൊടാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവരുടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ബാലാക്ക് ബിലെയാമിനെ വിളിച്ചിട്ട് ഇസ്രായേൽ മക്കൾ വരുമ്പോൾ അവരെ ശപിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇവനെ വിളിക്കുന്നത്. പക്ഷേ ഇവന് ശപിക്കേണ്ടതിന് പകരം ഇവനെന്താ ചെയ്യുന്നത്? ഇവന് അനുഗ്രഹത്തിന്റെ വാക്കുകൾ വരുന്നത്. കാരണം എന്താ? അവരെ ശപിക്കണമെങ്കിൽ കാരണം കൂടാതെ ശാപം പറ്റത്തില്ല. അപ്പൊ ഇവരുടെ മേൽ ഒരു വിധത്തിലുള്ള കാരണമില്ല. അപ്പൊ കാരണമില്ലാതെ എനിക്ക് അവരെ ശപിക്കാൻ പറ്റത്തില്ലെന്ന് ആര് പറയുന്നുണ്ട്? ബിലെയാം ബാലാക്കിനോട് പറയുന്നത്. 2-3 പ്രാവശ്യം അവനെ വിളിക്കുന്നത്. അവൻ ഇഷ്ടംപോലെ കൊട്ടക്കണക്കിന് പൊന്നു കൊടുക്കുക, എല്ലാം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് അവരെ ശപിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് ശാപം വരണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. എന്ത് ചെയ്യണം? അവര് ഈ ദൈവവചനത്തിന്റെ ലംഘനത്തിലോട്ട് അവരകപ്പെട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അത് ദൈവം തന്നെ അവരെ ശിക്ഷിച്ചോളും. അതാണ് സംഖ്യാപുസ്തകം അതിൽ ഈ 24-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. സംഖ്യാപുസ്തകം 24-ാം അധ്യായം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഈ ബാലാക്കിന് ബിലെയാം ഉപദേശം കൊടുത്തിട്ട് ഇവരെ വശീകരിക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു? ഇവരുടെ ഇടയിലേക്ക് പലവിധമായിട്ടുള്ള കാര്യങ്ങൾ അവൻ അയച്ചു നോക്കി. ഈ കേട്ടോ അതിന്റെ 23-ന്റെ സംഖ്യാപുസ്തകം 23-ന്റെ 18 തൊട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്താ അവിടെ ഉണ്ടായതെന്ന് കാണാൻ പറ്റും. ഈ ബിലെയാമിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ ബിലെയാം ചെയ്തതെന്ന് അറിയണമെങ്കിൽ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്, ബാലാക്കെ എഴുന്നേറ്റ് കേൾക്ക, സിപ്പോരിന്റെ പുത്ര എനിക്ക് ചെവി തരിക. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുദമിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറിച്ചുകൂടാ. അടുത്ത് കേൾക്കണേ, ശ്രദ്ധിക്കണേ. യാക്കോബിൽ തിന്മ നേരത്തെ ഞാൻ ഈ തിന്മയെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞത്. ഇങ്ങനെ ലൂസിഫർ ഇങ്ങനെ വീണ് പോയത് തിന്മ അവരിൽ കടന്നിട്ടാ. അതേ സംഭവം തന്നെ പറയാം. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. കാരണം തിന്മ കടന്നില്ലെങ്കിൽ കഷ്ടതയില്ല കേട്ടോ. സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, സന്തോഷത്തോടു കൂടെ ദൈവം അവരെ നയിക്കുന്ന വാഗ്ദത്ത കാനാൻ ദേശത്തിലേക്ക് അവർ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ദൈവമായ യഹോവ അവരോട് കൂടെ ഇരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യേയുണ്ട്. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് ശക്തനാണ്, തൊടാൻ പറ്റത്തില്ല, ദുഷ്ടന് തൊടാൻ പറ്റത്തില്ല, പിശാചിന് തൊടാൻ പറ്റത്തില്ല. കാരണം എന്താ? തിന്മയ്ക്ക് അവരിൽ കടക്കാനായിട്ട് ഇടവില്ല, വചനം അവർ ലംഘിക്കുന്നില്ല. അതുകൊണ്ട് ഇവനെ ശപിക്കാൻ വിളിച്ചാലും പറയണേ യാക്കോബിൽ തിന്മ, പിന്നെ ഞാൻ എങ്ങനെയാ ശപിക്കുന്നത്? കാരണം ദൈവം നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് അവരെ തൊടാനായിട്ട് അവർക്ക് പറ്റുന്നില്ല കേട്ടോ. ഇനി അതിന്റെ 23-ാമത്തെ വാക്യം, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ആഭിചാരം ചെയ്തതുകൊണ്ടോ ലക്ഷണം ചെയ്തുകൊണ്ടോ ഇതൊന്നും ഫലിക്കത്തില്ല. പക്ഷെ ഇത് ഫലിക്കും. എങ്ങനെയാ? ഇതിന്റെ ലംഘനം വന്നാൽ ഇത് ഫലിക്കും കേട്ടോ. അപ്പോ അതിന്റെ 25-ാമത്തെ അധ്യായത്തിന്റെ വാക്യം നോക്കി.
ഇസ്രായേൽ ഷീത്തിമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരിസംഗം തുടങ്ങി. കണ്ടോ, പാപം കയറി വന്നു. അപ്പൊ ഇതെങ്ങനെയാ ഇത് ഈ ബിലയാം എന്താ ചെയ്തതെന്നുള്ളത് അതിന്റെ 14-ാമത്തെ വാക്യം 24-ന്റെ-14 എന്ന് വായിച്ചേ. ഇപ്പോൾ ഇതാ ഞാൻ എന്റെ ജനത്തിന്റെ അടുക്കലേക്ക് പോകുന്നു, വരിക, ഭാവി കാലത്ത് ഈ ജനം നിന്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം. കാരണം ഭാവി കാലത്ത് ഈ ജനം നിന്റെ ജനത്തിനോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് അവനെന്ത് ചെയ്തു? ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. ആ ബുദ്ധി ഉപദേശത്തിൽ എന്ത് ചെയ്തു? ഇവരെ വശീകരിക്കാൻ വേണ്ടി, പാപം ചെയ്യുവാൻ വേണ്ടി, ദൈവത്തിന്റെ ശിക്ഷ അവരിലേക്ക് വരാൻ വേണ്ടി, ശാപം അവരിലേക്ക് വരാൻ വേണ്ടി അവരെ വശീകരിച്ചു. അതാണ് 25-ാമത്തെ അധ്യായത്തിന് 1-ാം വാക്യം. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ, അവര് ഈ കാനാൻ ദേശത്തേക്ക് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് അവര് പാർക്കാണ്. പാർന്നപ്പോൾ എന്ത് ചെയ്തു? മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ഇവരുടെ ഇടയിലേക്ക് മോവാബ്യ സ്ത്രീകളെ അവരയച്ചു. അവരുമായിട്ട് പരസംഗം ചെയ്തു. പരസംഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചത്? അവർ ജനത്തെ, ശ്രദ്ധിക്കണേ, അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും, കണ്ടോ, വശീകരിച്ച്, സ്ത്രീകൾ എന്ത് ചെയ്തു? പുരുഷന്മാരെ വശീകരിച്ച് അവരുടെ ആരാധനാലയത്തിലോട്ട് അല്ലെങ്കിൽ അവര് ദേവന്മാരുടെ അടുക്കലോട്ട്, ബലികളിലോട്ട് അവരെ കൊണ്ടുപോയി ജനം ഭക്ഷിച്ച്, കണ്ടോ, വിഗ്രഹാർപ്പിതം ഭക്ഷിച്ച് സ്ത്രീകൾ എന്ത് ചെയ്തു? വശീകരിച്ചു കൊണ്ടുപോയിട്ട് അവരെ കൊണ്ട് ഭക്ഷിപ്പിച്ചു. അവരുടെ ദേവന്മാര് നമസ്കരിപ്പിച്ചു. കണ്ടോ, ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്നു. അടുത്ത വാക്യം നോക്കിയേ. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. കണ്ടോ, ഇതാണ് പിശാച് ചെയ്യുന്നത്. ഒരു വ്യക്തി ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി നയിക്കപ്പെടുമ്പോൾ ആ വചനത്തിൽ നിന്നും ഏത് വിധേനയും ലംഘിക്കുവാൻ വേണ്ടിയിട്ട് പിശാചി പല തന്ത്രങ്ങളും ചെയ്യും. കൂട്ടുകാർ മുഖേന ചെയ്യും, സ്ത്രീകൾ മുഖേന ചെയ്യും, സ്വർണം കൊണ്ടുവരും, വെള്ളി കൊണ്ടുവരും, പേര് തരും, പ്രശസ്തി തരും, നൈമിഷിക മോഹങ്ങളിലേക്ക് വശീകരിക്കും. ഒരു വ്യക്തിയുടെ അകത്ത് എവിടെയാണ് വീക്ക് പോയിന്റ് ഉള്ളത്, ആ വീക്ക് പോയിന്റിലേക്ക് പിശാചി വലിക്കും. ഇതാണ് ഇവിടെ കണ്ടത്. അതുവരെ അവരെ തൊടാനായിട്ട് പറ്റിയിരുന്നില്ല. അതാണ് അവർ ചെയ്തത്. അപ്പോൾ ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. അവര് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അവർ അകപ്പെട്ടു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതേ പരിപാടി ഈ ബിലയാമിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ആത്മാവ്. ബിലയാം എന്ന് പറയുന്നത് ദൈവഗീത പ്രകാരമുള്ള ഒരു പ്രവാചകനല്ല. ബിലയാം എന്ന് പറയുന്ന ഒരു പ്രശ്നക്കാരനാണ്, അല്ലെ? ബിലയാം പ്രശ്നക്കാരനാണ്. അവിടെ പറയുന്നുണ്ട് ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാളുകൊണ്ട് കൊന്നു. പക്ഷെ ആ സമയത്ത് ദൈവം ആ വ്യക്തിയെ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ദൈവത്തിന് ഓരോ വ്യക്തികളെ ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എന്നാൽ ഈ ബിലയാമിന്റെ മേൽ വ്യാപരിച്ച ആ സംഭവം തന്നെ ഇവിടെയും ഉണ്ടാകുകയാണ്. സഭയിൽ കണ്ടോ, ഇവിടെ പറയാണ്, എങ്കിലും നിന്നെ കുറിച്ചൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടച്ചു വെപ്പാൻ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അപ്പൊ ബിലയാമിന്റെ ഉപദേശം എന്തുവാ? ദൈവവചനത്തിന്റെ കൃത്യമായ അനുസരണത്തിൽ നിന്നും മാറുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ വിശുദ്ധിയിലും വേർപാടിലൊക്കെ ജീവിക്കാൻ പറ്റുമോ? നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പോവാം. ഒന്ന് വ്യഭിചാരം ചെയ്തു എന്നുള്ളതുകൊണ്ടോ, ഒന്ന് വിഗ്രഹാർപ്പിതം തിന്നു എന്ന് പറയുന്നതുകൊണ്ടോ, ഒന്ന് അനുസരിച്ച് അതൊന്നും കുഴപ്പമില്ലെന്നേ. അതാണ് ഈ ബിലയാമിന്റെ ഉപദേശം എന്ന് പറയുന്നത്. കേട്ടോ, പറയാണ് ബിലയാമിന്റെ ഉപദേശം പഠിക്കുന്ന നിനക്ക് അവിടെയുണ്ട്. അവണ്ണം നിക്കോലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരും നിനക്ക് അവിടെയുണ്ട്. നിക്കോലാവരുടെ ഉപദേശം എന്ന് പറയുന്നത് എന്താ? ഈ സഭ ലോകവുമായി ഇടകലരുക. ഈ കപ്പല് വെള്ളത്തിലാണ് ഓടുന്നത്. പക്ഷെ ഈ കപ്പൽ വെള്ളത്തിൽ ഓടുന്നു എന്ന് പറയുന്ന ഈ കപ്പലിലോട്ട് വെള്ളം കയറി കഴിഞ്ഞാൽ കപ്പലിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? മനസ്സിലായി പറയുന്നത്? നമ്മള് ഈ ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ ഈ ലോകക്കാരെ പോലെ അല്ല ജീവിക്കേണ്ടത്. ലോകം നമ്മളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അപ്പോ ഈ വചനത്തെ അഴിച്ചു പഠിപ്പിക്കുന്ന സഭ എന്നായി പറഞ്ഞാൽ അർത്ഥം. നീ എന്റെ വചനത്തിനൊന്നും കൂട്ടരുത്, കുറയ്ക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഇത്തരം വിശുദ്ധിയൊന്നും വേണ്ട, നമുക്ക് ഈ ലോകമായിട്ടൊക്കെ ഒന്ന് ഇടകലർന്നൊക്കെ പോവാം, അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യങ്ങളല്ല. ഇങ്ങനെയൊക്കെ ഇത്രയും വിശുദ്ധിയിലൊക്കെ ജീവിക്കാനായിട്ട് ആർക്കെ പറ്റുക എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലോട്ട് കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അതാണ് നിക്കോലാവ്യർ എന്ന് പറയുന്നത്. കേട്ടോ, അപ്പൊ രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന് ബിലയാമിന്റെ ഉപദേശം, രണ്ട് നിക്കോലാവ്യരുടെ ഉപദേശം. കേട്ടോ, രണ്ട് ഉപദേശം കണ്ടോ നിങ്ങൾ അവിടെ? ബിലയാമിന്റെ ഉപദേശം, നിക്കോലാവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. ഇത് എവിടെ? സഭയിലാണ്. സഭയിൽ നിക്കോലാവ്യരുടെ ഉപദേശം അല്ല വേണ്ടത്, ബിലയാമിന്റെ ഉപദേശം അല്ല വേണ്ടത്. കർത്താവിന്റെ പത്യോപദേശമുണ്ട്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, അതിനോട് കൂട്ടാതെ കുറയ്ക്കാതെ അപ്പസ്വലമേ നമുക്ക് പകർന്നു തന്നത് ദൈവത്തിന്റെ ആത്മാവിന് നയിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെ കൃത്യമായിട്ട് അന്ന് പറയാം. ആകയാൽ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ബിലയാമിന്റെ ഉപദേശവും നിക്കോലാവരുടെ ഉപദേശവും ഒക്കെ നമ്മുടെ ഉള്ളിലൊക്കെ കഴപ്പുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയണം. ഈ ലോകത്തോട് അനുരൂപമാകരുത്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം ഇന്നെന്ന് തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. റോമലേഖനം 12:2.
കേട്ടോ. എന്നിട്ട് പറയാം അല്ല ഞാൻ, ഇനി പറയാം അപ്പൊ ഇതൊന്നും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ നടക്കത്തുള്ളൂ, ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ എന്ന് ഈ പെർഗമോസിലെ സഭയിലെ ഒരു കൂട്ടർ പറയുമ്പോൾ, അങ്ങനെ നടക്കുകയാണെങ്കിൽ പറയാണ് മാനസാന്തരപ്പെട്ടില്ല അല്ല ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അപ്പൊ ഈ വാള് ഏതായിരിക്കും? ഈ വാളുകൊണ്ട് പോരാടുന്ന ഈ വാളിന്റെ ഏത് തലയായിരിക്കും ഈ വാള്? ഇത് വെട്ടിക്കളയുന്ന തലയാ. മനസ്സിലാവുന്നുണ്ടോ? ഈ മുകളിൽ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നതാണ് ചെത്തിക്കളയുന്ന തല. മനസ്സിലായോ? അപ്പോ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് വചനം കേട്ടിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല, എന്തുകൊണ്ട് നിങ്ങൾ വചനത്തിലോട് കൂട്ടി, എന്തുകൊണ്ട് കുറച്ചു എന്ന് ദൈവം ചോദിക്കുമ്പോൾ നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും എന്ന് പറയുന്നത്. അവരോട് ദൈവത്തിന്റെ ചോദ്യത്തിന് മുമ്പ് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല എന്ത് സംഭവിക്കും? അവരെ നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയും അല്ലെങ്കിൽ വെട്ടിക്കളയും എന്നുള്ളതാണ് ഈ പറയുന്നത്. മനസ്സിലായി? അവരോട് പോരാടാം. ഇനി പറയാം, എന്നിട്ട് പറയാം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മന്ന എന്ന് പറയുന്നത് മല്ലന്മാരുടെ ഭോജനമാണ്. ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ അവരെ വാഗ്ദത്ത കാനാൻ ദേശത്തേക്ക് നയിക്കാൻ 40 വർഷം അവരെ നടത്തിപ്പുകൾ അവർക്ക് കൊടുത്ത ഭക്ഷണമാണ് മന്ന എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം അവര് മന്നയെ എന്ത് ചെയ്തു? തുച്ഛീകരിച്ചു. ഈ മന്നയല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ തുച്ഛീകരിച്ചു. സ്വർഗത്തിൽ നിന്ന് ദൈവം അവർക്ക് പൊഴിച്ചു കൊടുത്ത ആ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ആ മരുഭൂമിയിലെ എല്ലാ അവസ്ഥകളെയും ജയിക്കുവാൻ ആവശ്യമായിട്ടുള്ള പോഷണം അടങ്ങിയിരുന്ന മന്നയെ അവർ തുച്ഛീകരിച്ചു. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി ഈ സാഹചര്യങ്ങളൊക്കെ ജയിച്ചു മുന്നേറുന്ന ഒരു വ്യക്തിക്ക് ദൈവം മറഞ്ഞിരിക്കുന്ന മന്ന, അത് ദൈവത്തിന്റെ ആ ഹൃദയത്തെ ദൈവം വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാം മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ ഒരു പുതിയ പേരും കൊടുക്കും. അത് ദൈവത്തിന്റെ വചനം അനുസരിച്ച് നടക്കുന്നവരെ ദൈവം കൊടുക്കുന്ന ആ ഒരു അത് ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യമാണ്. കാരണം നീ എൻ്റെ വചനം കാത്തു അല്ലെ, ഓരോ സാഹചര്യങ്ങളുടെ നിലവിലും കഷ്ടങ്ങളിലും ഒക്കെ വചനത്തിനോട് കോംപ്രമൈസ് ചെയ്യാതെ നയിക്കപ്പെട്ടത് കൊണ്ട് ദൈവം കൊടുക്കുന്ന റിവാർഡിന്റെ വേറൊരു വശമാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക, നമ്മൾ ഏത് അനുഭവത്തിലാണ് നമ്മൾ നയിക്കപ്പെടുന്നത്? നമ്മൾ വചനത്തിനോട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലാണോ? ബിലയാമിന്റെ മാർഗത്തിൽ നടക്കുന്നവരായിട്ടാണോ? തന്ത്രങ്ങളെ മനസ്സിലാക്കാൻ നയിക്കുന്നവരായിട്ടാണോ? ഈ ലോകത്തോട് അനുരൂപപ്പെട്ടുന്നവരായിട്ടാണോ? അതോ ഇത് കർത്താവിന്റെ വചനം കേട്ട് കുറവുകൾ നീക്കിക്കളഞ്ഞ് മാനസാന്തരപ്പെട്ട് പിശാചിന് ഇടം കൊടുക്കാതെ ഈ തേജസ്സുണ്ടായിരുന്ന അവൻ തിന്മ അവനിലേക്ക് കടന്നും കൊണ്ട് ഈ ഭൂമിയിലേക്ക് വെട്ടേറ്റ് വീണ് ആ നിത്യനാശത്തിലേക്ക് നരകത്തിലേക്ക് പോകുന്ന ഒരു അനുഭവത്തിലാണ്? വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം, പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ എന്ത് ചെയ്തു? അവനെ തീയിലേക്ക് തള്ളിയിട്ട് കളഞ്ഞു. അതാണ് പിശാചിന്റെ അന്ത്യം എന്ന് പറയുന്നത്. ഇപ്പൊ അവനെ അനുവദിക്കുന്നതാണ് ദൈവം. പിശാചിന്റെ അവസാനം എന്ന് പറയുന്നത്, പിശാച് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാനസാന്തരപ്പെടുന്നില്ല. അവൻ ഈ തിന്മ അവനിലേക്ക് കയറിയതുകൊണ്ട് അവൻ ദൈവത്തോട് മറുതലിച്ച് നിന്നുകൊണ്ട് ഓരോ ദിവസവും ആ നാശത്തിലേക്ക് പോകാൻ അനേകരെ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ കേട്ട് അതനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് പിശാചിനോട് എതിർത്ത് നിൽക്കാൻ ദൈവവചനം എത്ര കൃത്യമായിട്ട് പറയുന്നത്? കർത്താവിന്റെ വചനം അനുസരിച്ച് നടക്കുന്നവനെ പിശാച് തൊടത്തില്ല. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് ദൈവവചനം അനുസരിച്ച് നടക്കുന്നവരെ പിശാച് തൊടുന്നില്ല. കാരണം അവന്റെ അഭിഷേകം അവന്റെ മേലിരിക്കുന്നു. എൻ്റെ അഭിഷിക്തന്മാരെ തൊട്ടുപോകരുത്, അവർക്കൊരു ദോഷവും ചെയ്യരുത്, യാതൊരു അനർത്ഥവും നിനക്ക് വരത്തില്ല, യാതൊരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല, സകല വഴികളും ഞാൻ നിന്നെ കാക്കാൻ എൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കും. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കി തിരുത്തേണ്ടത് തിരുത്തി, മുറുകെ പിടിക്കേണ്ടത് മുറുകെ പിടിച്ച്. കാരണം ഇത് എല്ലാവരും കൂടിയൊന്നും അല്ല കർത്താവിന് മുമ്പിൽ നിൽക്കുന്നത്, ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നിൽക്കണം. അപ്പോൾ ഞാൻ വചനം അനുസരിച്ച് നടന്നാൽ എനിക്കേ പ്രയോജനമുള്ളത്. നമ്മൾ ഓരോരുത്തരും വചനം, കാരണം നമ്മളൊരു നല്ല ഭക്ഷണം ഒരുക്കിയിട്ട് അത് മേശമേൽ നമുക്ക് കൊണ്ടുവയ്ക്കാനേ പറ്റത്തുള്ളൂ. അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തർ കഴിച്ചാൽ മാത്രമേ അവർക്ക് ആരോഗ്യം ഉണ്ടാവത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് വചനം കേട്ടതുകൊണ്ട് കാര്യമില്ല, അത് വ്യക്തിപരമായി കേട്ട് അനുസരിച്ച് മനസ്സ് പുതുക്കി തുറമാനമായി നടക്കുമ്പോഴാണ് നമുക്ക് പോഷണം ലഭിച്ച് ശക്തി ലഭിച്ച് തേജസ് പ്രാപിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? സഹായിക്കാൻ പറ്റും. അത് വചനത്തിൽ പറഞ്ഞ പോലെ തമ്മിൽ ആത്മീക വർധന വരുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്തും കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഭാര്യ ഭർത്തൃബന്ധവും എല്ലാം നമ്മുടെ ഭവനം സ്വർഗീയ ഭവനമായി
ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായി കർത്താവിൻ്റെ വരവെങ്കിൽ കണ്ണിമിക്കുന്നതിനിടയിൽ തേജസ്സിൽ എടുക്കപ്പെടുന്ന വ്യക്തികളായി തീരുവാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കുവാനും പിശാചിൻ്റെ തന്ത്രങ്ങളാൽ വശീകരിക്കപ്പെടുന്ന മേഖലകളുണ്ടെങ്കിൽ തിരുത്തുവാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ആ തേജസ്സിൽ ഇരുത്തിയിരുന്ന ആ സാത്താൻ തിന്മയാൽ വശീകരിക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് വെട്ടേറ്റ് വീണ് കർത്താവെ തേജസ്സിനായി സൃഷ്ടിച്ച ആ മനുഷ്യരെ വശീകരിച്ച് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നപ്പോൾ ഞങ്ങളെ സ്നേഹിച്ച് കർത്താവ് നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ തിരികെ നൽകുവാൻ ഞങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയും പാപവും ശാപവും മരണമൊക്കെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ തിരികെ കാണിച്ചു തന്ന കർത്താവെ, നിങ്ങളുടെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തെ തുറന്ന് യേശുവിനെ സ്വീകരിപ്പാനും കർത്താവ് വീണ്ടും ഞങ്ങളുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിച്ചെങ്കിൽ കർത്താവെ, ഇന്നും കർത്താവെ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ശിഷ്ടജീവിതം ജീവിപ്പാൻ, പ്രവാസകാലം ഭയത്തോടും വിറയലോടും കൂടെ ജീവിപ്പാൻ, ഈ ലോകത്തിൽ നിന്ന് കഷ്ടമുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ബിലയാമിൻ്റെ ഉപദേശമല്ല, നിക്കോലാവരുടെ ഉപദേശമല്ല, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത വചനത്തെ കർത്താവെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, അതിന് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, ഞാൻ നിന്നെ ഉപദേശിച്ച് ബിലയാമിൻ്റെ ഉപദേശമൊക്കെ നീക്കിക്കളഞ്ഞ് ബാലാക്കിൻ്റെ കർത്താവെ ആ തന്ത്രങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് നിക്കോലാവരുടെ ഉപദേശങ്ങളൊക്കെ നീക്കിക്കളഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരുമെന്ന് അരുൾ ചെയ്ത കർത്താവിൻ്റെ ആ വചനത്തെ മുറുകെ പിടിപ്പാൻ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് അരുൾ ചെയ്ത ആ കർത്താവിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുവാൻ ഞങ്ങൾ എല്ലാവരും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ വിനിയോഗിക്കാൻ സഹായിക്കണം കർത്താവെ. ഭക്ഷണത്തിലുള്ള വിശപ്പ്, വെള്ളത്തിലുള്ള ദാഹവുമല്ല, നിങ്ങളുടെ മാറ്റമില്ലാത്ത വചനത്തിലുള്ള വലിയ ദാഹത്താൽ എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.